ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പം നമുക്കും ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, റാഹത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്നിപ്പം സ്പെഷ്യലായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കുറച്ച് കൊച്ചുമത്തി ഇച്ചിരി കൊച്ചുമത്തി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 കിലോ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പകുതി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം മീൻ കറി മത്തി തേങ്ങ അരച്ച് വെക്കണോ മുളക് കറി വെക്കണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇന്നലെ തേങ്ങ അരച്ചല്ലേ കറി വെച്ചത്, അപ്പോൾ ഇന്ന് മുളക് കറി തന്നെ അങ്ങ് വെച്ചേക്കാം. ഇച്ചിരി മുളക് പൊടിയൊക്കെ കൂടുതലിട്ട് നല്ലൊരു മുളക് കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ മത്തിയെല്ലാം വെട്ടി റെഡിയാക്കി. അപ്പോൾ ദാണ്ട് ഞാനിതേ ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കുറച്ച് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചതച്ചിടണമെന്നില്ല. അത് അതിൻ്റെ ഇച്ചിരി വെന്ത് കഴിയുമ്പോഴേക്കും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ സത്ത് അതിനകത്തോട്ട് അങ്ങ് ഇറങ്ങും. അപ്പം നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് കറി വെക്കാം. ചിലപ്പം വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇന്ന് ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് അതും എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം കൊച്ചുള്ളി അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ കിറിറിപ്പ് മാറിയതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് നമുക്ക് എന്താ പറയുക, ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. പുളിയൊക്കെ ഒത്തിരി ഇടുന്നത് കൊണ്ട് നമുക്ക് തക്കാളിയൊക്കെ കുറച്ച് മതി. അങ്ങനെ പുളിയിട്ട് തക്കാളി അരിഞ്ഞിട്ട് അതെല്ലാം വഴറ്റിയതിന് ശേഷം ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം പൊടി ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത്, അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 4 നമ്മുടെ ആ കളറിനും എരിവിനും അനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ ഒരു അര സ്പൂൺ പെരുംജീരകപ്പൊടി, അങ്ങനെ എല്ലാ പൊടിത്തരങ്ങളെല്ലാം ഇട്ട്. അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ആദ്യം ഓയിലൊഴിച്ച് താളിക്കുമ്പം ആദ്യം ഉലുവ ഇട്ടിട്ട് വേണം താളിക്കാൻ, അത് വിട്ടു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് വേണം കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം. അപ്പോഴേക്കും കുറച്ച് മീൻ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്ത് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സ്വല്പം മല്ലിപ്പൊടി, ഒരു അരപ്പിന് വേണ്ടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി പറഞ്ഞല്ലോ അല്ലേ, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, അതെല്ലാം ഇട്ട് സെറ്റാക്കി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും അവിടെ അങ്ങ് വെച്ച്. പിന്നെ മുളക് കറിക്കകത്ത് കുരുമുളക് പൊടി ഇടണം കേട്ടോ. ഞാൻ ഇടാൻ വിട്ടുപോയി. ഞാൻ ഇടണമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ ഇടാൻ വിട്ടുപോയി. അപ്പം കുരുമുളക് പൊടിയും കൂടെ ഇടുക. അപ്പോൾ നമ്മളിതെല്ലാം മത്തിയെല്ലാം കൂടെ അരപ്പ് പുരട്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുളക് കറി എല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് മീൻ വേകുന്ന ഒരു ചെറിയൊരു വേവ് മതി. അപ്പോഴേക്കും നമ്മുടെ കറി എല്ലാം അങ്ങ് സെറ്റാകും. കാരണം മീൻ കറി തിളച്ച ആ പടിതിലിടുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റാകും. മീനും ഇട്ട് കൊടുത്ത് പാകം ഉപ്പൊക്കെ ഇട്ട് നോക്കി എല്ലാം സെറ്റാക്കി അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഒരുപാട് വറ്റണ്ട, കുറച്ച് വറ്റിയാൽ മതി. അപ്പോൾ അതങ്ങാവും. പിന്നെന്താ പറയുക, നമ്മൾ അരപ്പ് പുരട്ടിയ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചട്ടിക്കകത്തോട്ട്. അടുപ്പേ വെച്ച് ചട്ടിയിൽ ഓയിലൊഴിച്ച് മൂത്തതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനതൊന്നും ഇട്ട് കൊടുത്തില്ല. പെട്ടെന്ന് ധൃതി പിടിച്ചപ്പോൾ തന്നെ ഇപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ 1:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ 3-4-5 അംഗങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കൊരു സാവകാശമില്ല. എനിക്ക് ടെൻഷനാണ്. അയ്യോ അല്ല, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, സമയമായില്ലേ, വിശക്കത്തില്ലേ. അപ്പോൾ എനിക്കങ്ങ് ധൃതി കൂടും, സ്പീഡ് കൂടും. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് മുളക് കറിയും വെച്ച് മത്തിയും പൊരിച്ച്. അപ്പോൾ പിന്നെ മുളക് കറിക്കൊരു കോമ്പിനേഷൻ ഒഴിച്ചുകറി വേണമല്ലോ. അപ്പം പിന്നെ മോരാണം വെക്കാമെന്ന് കരുതി അതിനെ ഒരു വെള്ളരിക്കയുടെ കുറച്ച് ഭാഗം എടുത്ത് കഷ്ണിച്ച് അത് വിട്ട് തക്കാളിക്ക ഇടും. ഞാൻ മിക്കവാറും തക്കാളിക്ക ഇടുന്നത്, പക്ഷേ ഇന്ന് ഞാൻ തക്കാളിക്ക ഇട്ടില്ല. ഇന്ന് തക്കാളിക്ക വേണ്ടാന്ന് കരുതി പച്ചമുളകും ഉപ്പും വെള്ളവും ഒഴിച്ച് അവിടെ വെച്ചപ്പം ഇതിലേതെങ്കിലും ഒരു അടുപ്പ് ഒഴിഞ്ഞിട്ട് വേണ്ടി നമുക്കതങ്ങോട്ട് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏതാണ്ട് ഏകദേശം തിളച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ പുറത്ത് തൂക്കി കൊടുക്കാം. എണ്ണയില്ലാത്ത ഒരു കാര്യവും ഇല്ല, എല്ലാത്തിനും എണ്ണ വേണം. എണ്ണ കുറയ്ക്കണമെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ ഒരുപാട് ഒഴിച്ച്
എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓയിൽ ചെന്നുകൊണ്ടിരിക്കും. അതൊന്നെങ്കിൽ സൺഫ്ലവർ ഓയിലായിട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയായിട്ടോ ഒക്കെ ചെന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ എന്താണ് പിന്നെ മോരാണത്തിനുള്ളതൊന്ന് അരയ്ക്കാമെന്ന് വിചാരിച്ച് അതിന് തേങ്ങാപ്പീരയും പിന്നെ ഇവിടെ ഉമ്മ എല്ലാം തിരികെ എല്ലാം വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി 2 അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി കൊച്ചുള്ളിയും പിന്നെ നല്ല ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാവുന്നത്. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്കായും പച്ചമുളകും എല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് വെന്ത് വരുന്നിടം വരെ അത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ദാണ്ടേ നമ്മുടെ പിന്നെ എന്താ പറയുക വെള്ളരിക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷമേ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞില്ലേ വെള്ളരിക്കകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ആ വെള്ളരിക്കയ്ക്ക് ഒരു മഞ്ഞ കളർ വരട്ടെന്ന് കരുതി മഞ്ഞൾപ്പൊടി ഇട്ടതാട്ടെ. എന്തിനും മഞ്ഞൾപ്പൊടി നല്ലതാണ്. നമ്മൾ ഈ എണ്ണയിലിട്ട് മൂപ്പിക്കുന്നതിനെക്കാട്ടിയും അതൊക്കെയാണ് വിഷം. ഇതിപ്പം കുഴപ്പമില്ല, നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുന്നില്ല, അത് ഉള്ളിൽ ചെന്നാലും നമുക്ക് നല്ലതേ ഉള്ളൂ. പിന്നെ ഞാൻ അരയ്ക്കുന്നതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് നല്ല കളറായിപ്പോയി കേട്ടോ മഞ്ഞളിൻ്റെ കറിക്ക്. പക്ഷേ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോരാണത്തിന്. പിന്നെ ഇച്ചിരി തൈരും കൂടെ ഞാൻ ഒഴിച്ച്, ഞാനിവിടെ നാടൻ പാലിൻ്റെ തൈരാണ് ആക്കി വെച്ചിരുന്നത്. അപ്പോൾ അതും അങ്ങോട്ട് ഒഴിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടിത്തരങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉലുവാപ്പൊടിയൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടിയും നല്ല ജീരകപ്പൊടിയും കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മോരാണോ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ലാസ്റ്റ് ഒന്ന് താളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാനിവിടെ എന്താണ് കോവയ്ക്കായും വെണ്ടയ്ക്കായും കൂടെ കോവയ്ക്കായും വെണ്ടയ്ക്ക അല്ലല്ലോ, അച്ചിങ്ങ കോവയ്ക്കായും അച്ചിങ്ങായും കൂടെ മെഴുക്ക് പുരട്ടി വെച്ചത്. കാരണം കുറച്ച് കോവയ്ക്കായും കുറച്ച് അച്ചിങ്ങായും ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് മെഴുക്കിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സെറ്റാക്കി മെഴുക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതെന്ന് പറയുന്നത് ഇവിടുത്തെ വല്യമ്മ അരിഞ്ഞെല്ലാം വെച്ചതായിരുന്നു. അരിഞ്ഞെല്ലാം വെച്ചിട്ട് അതങ്ങ് മെഴുക്കിടാൻ വേണ്ടി അങ്ങ് ഒരുങ്ങി. അപ്പോൾ അത് കാരണം കുറച്ചങ്ങ് ഇത് തീ കൂട്ടി വെച്ചത് കൊണ്ട് കുറച്ച് ഭാഗം കരിഞ്ഞു പോയി. പിന്നെ ഞാൻ വന്നിട്ട് അത് പിന്നെ സെപ്പറേറ്റ് ആക്കി വേറെ ഒന്നും കൂടെ മൂപ്പിച്ചൊക്കെ എടുത്ത് പിന്നെ ചട്ടിയൊക്കെ നല്ലോണം അങ്ങ് കരിഞ്ഞു വല്ലാതായിപ്പോയി. പിന്നെ അതെല്ലാം തേച്ച് കഴിയെല്ലാം വെച്ചു. അപ്പം കടു താളിച്ച് കടുവും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് അതിനകത്ത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കറി അങ്ങ് സെറ്റാവും. അപ്പം മോരാണോ ആയി, മുളക് കറിയായി, മെഴുക്ക് വരട്ടി ഒന്നും കൂടെ ഒക്കെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ.